ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്സ്. മുഹമ്മദ് ഷഫീഖ് വി കെ, കെമിസ്ട്രി ടീച്ചർ. മക്കളെ, നിങ്ങളുടെ +2 എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. തീർച്ചയായിട്ടും ഇവനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. ബിക്കോസ് നിങ്ങളുടെ പല ചാപ്റ്റേഴ്സിൽ, അതായത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, അതേപോലെ തന്നെ ആൽക്കോൾ ഫിനോൾ ഈതർ, ഓക്കെ, ഇങ്ങനെ തുടങ്ങി പല ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് ഇവൻ്റെ അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞാൽ. മക്കളെ, എങ്ങനെയാണ് ഇവൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടാവുക എന്ന് പഠിച്ചാലോ നമുക്ക്. ഒന്നുമില്ലടാ, നമ്മുടെ അനിലിനെ സാറൊന്ന് ഷോർട്ടാക്കി ഇങ്ങനെ എഴുതിക്കോട്ടെ, C6H5NH2 എന്ന് എഴുതിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ, ആ അനിലിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കോൾഡ് ടെമ്പറേച്ചർ, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഏകദേശം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം, നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO2 എന്നാണ് നമ്മൾ എഴുതുക. പക്ഷെ എന്താ, അതൊരു സ്റ്റേബിൾ അല്ലാത്തൊരു ആസിഡാണ്. അതുകൊണ്ട് തന്നെ NaNO2 + HCl എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ആണത്. ഓക്കെ, മേ ബി അവിടെ NaNO2 + HCl എന്നാണെങ്കിലും HNO2 ആണ് എന്ന് മക്കൾ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സാൾട്ടാണ് ആര്, ഡയസോണിയം സാൾട്ട് അഥവാ ബെൻസീൻ ഡയസോണിയം സാൾട്ടാണ്. C6H5N2Cl എന്നാണ് സാർ എഴുതിയിട്ടുള്ളത്. മക്കളെ, ഇതിൻ്റെ സ്ട്രക്ചർ മക്കൾക്ക് അറിയാലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മുടെ അലിഫാറ്റിക് ഡൈസോണിയം സാൾട്ടിനേക്കാൾ സ്റ്റേബിൾ ആണ് നമ്മളുടെ ഈ അരോമാറ്റിക് ഡൈസോണിയം സാൾട്ട് ഡ്യൂ ടു ഇറ്റ്സ് റെസൊണൻസ് എന്നുള്ളത് മക്കൾ ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയത് മക്കളെ, പല ചാപ്റ്റേഴ്സിൽ ഇത് ഉണ്ടാവാൻ കാരണം എന്താ, പല ആളുകളുടെയും പ്രിപ്പറേഷന് ഡൈസോണിയം സാൾട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് അഥവാ നമ്മളുടെ ഒരു ഡൈസോണിയം സാൾട്ടാണ്. ഈ ഡൈസോണിയം സാൾട്ടിനെ സാൻമേയേഴ്സ് റിയാക്ഷൻ ഓർമ്മയില്ലേ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് പഠിച്ച അതിൽ Cu2Cl2 + HCl, C2Br2 + HBr ഒക്കെ വെച്ച് നമ്മൾ ഡൈസോണിയം സാൾട്ടിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും ഒക്കെ കിട്ടും. ഇനി അതല്ല CuCnH ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ സയനോ ബെൻസീൻ കിട്ടും. കണ്ടോ, ഇനി മക്കളെ, ഇതേ ഡൈസോണിയം സാൾട്ട് യൂസ് ചെയ്തിട്ട് വേറൊരു റിയാക്ഷനാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. എന്താ, ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ തന്നെയാണ്. പക്ഷെ എന്താ, റിയേജന്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തെ സാൻമേയേഴ്സിൽ Cu2Br2 Cu2Cl2 ഒക്കെ ആണെങ്കിൽ ഇവിടെ Cu + കോപ്പർ പൗഡറും HCl-ഉം കോപ്പർ പൗഡറും HBr ആണ് ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും കിട്ടാൻ എടുക്കുന്നത്, ഗെറ്റർമാൻ റിയാക്ഷൻ. അയോഡോ ബെൻസീൻ കിട്ടാൻ ഡയസോണിയം സാൾട്ടിനെ വെറുതെ ഒന്ന് പൊട്ടാസ്യം അയോഡൈഡ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ മതി, അപ്പോൾ തന്നെ അയോഡോ ബെൻസീൻ കിട്ടുന്നു. ഓക്കെ, ഇനി ഡൈസോണിയം സാൾട്ടിൽ നിന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഫ്ലൂറോ ബെൻസീൻ ഉണ്ടാക്കാം, അതേപോലെ നൈട്രോ ബെൻസീൻ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു എളുപ്പം എന്താണെന്നറിയോ, രണ്ടും ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡൈസോണിയം സാൾട്ടിനെ HbF4 വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇവിടെയുള്ള Cl- ഈ BF4- അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഈ ഒരു ഫോമാണ് ഉണ്ടാവുക. ഓക്കെ, ആ കിട്ടിയതിനെ, അതായത് നമ്മളുടെ N2 + BF4- ഈ ഒരു ഫോമാറ്റ് നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ, ചൂടാക്കിയാൽ നമുക്ക് ഡയറക്റ്റ് അത് ഫ്ലൂറോ ബെൻസീനിലേക്ക് പോകും. എന്നാൽ ഈ കിട്ടിയതിലേക്ക് നമ്മൾ NaNO2-ഉം കോപ്പറും ചേർത്താണ് ചൂടാക്കുന്നതെങ്കിൽ അത് നൈട്രോ ബെൻസീനായിട്ട് മാറും. സോ നമുക്ക് ഡൈസോണിയം സാൾട്ടിനെ ഫ്ലൂറോ ബെൻസീനാക്കാനും നൈട്രോ ബെൻസീനാക്കാനും സാധിക്കുമെന്ന് എന്ത് ചെയ്യുക, മക്കൾ ഓർത്ത് വെക്കുക. ഇനി ഡൈസോണിയം സാൾട്ട് നിങ്ങൾക്ക് ബെൻസീനാക്കാൻ പറ്റും. എങ്ങനെ ബെൻസീനാക്കുക, ഒന്നുകിൽ H3PO2 + H2 വെച്ച് ട്രീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എത്തനോൾ വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഡൈസോണിയം സാൾട്ടിനെ ബെൻസീനാക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ, ഡൈസോണിയം സാൾട്ടിനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് ഒരു കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഡൈസോണിയം സാൾട്ടിനെ, ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ നിങ്ങൾ ഫീനോൾ വെച്ച് ട്രീറ്റ് ചെയ്താൽ ഓറഞ്ച് ഡൈ ആയിട്ടുള്ള പാരാഹൈഡ്രോക്സി അസോ ബെൻസീൻ കിട്ടും. ഇനി നിങ്ങൾ അനിലിനുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലോ അവിടെ പാരാ അമിനോ അസോബെൻസിൻ, അതിന് യെല്ലോ കളറാണ്. ഇത് നമുക്ക് എന്ത് ടെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് അരോമാറ്റിക് അമൈൻസ് അഥവാ അനിലിനാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ഉപയോഗിക്കാം. അതെങ്ങനെയാ സാറേ, അനിലിനാണോ അല്ലേ എന്നറിയാൻ നിങ്ങൾക്ക് തന്നതിലേക്ക് നിങ്ങൾ ആദ്യം നൈട്രസ് ആസിഡ് ഒഴിക്കുന്നു. അനിലിനാണെങ്കിൽ അത് ഡൈസോണിയം സാൾട്ടായിട്ട് മാറുമല്ലോ. രണ്ടാമതായി ഫീനോൾ അല്ലെങ്കിൽ അനിലിനെ ഒഴിക്കുന്നു. ഫീനോൾ ഒഴിച്ചാൽ ഓറഞ്ച് കളർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നത് അനിലിനാണ്. അതുകൊണ്ട് ഇതിനെ അസോ ഡൈ ടെസ്റ്റ് അല്ലെങ്കിൽ അസോ ടെസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ മക്കളെ, ഇനി അഥവാ നിങ്ങൾക്ക് ഡൈസോണിയം സാൾട്ടിനെ ഫീനോൾ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട, ഡൈസോണിയം സാൾട്ടിലേക്ക് ജസ്റ്റ് ഹൈഡ്രോളൈസ് ചെയ്താൽ മതി, വാട്ടർ ആഡ് ചെയ്താൽ മതി, ഡയറക്റ്റ് അത് എന്തായിക്കോളും, ഫീനോൾ ആയിക്കോളും. ഈ ഒരു കാരണം കൊണ്ടാണ് ഡൈസോണിയം സാൾട്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്. എന്താ കാരണം, പലതിൻ്റെയും പ്രിപ്പറേഷൻ ഡൈസോണിയം സാൾട്ട് നിങ്ങൾക്ക് എന്താണ് വളരെ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. സോ ഒരുപാട് കൺവേർഷൻ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ നമുക്ക് ഡൈസോണിയം സാൾട്ടിനെ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, മക്കളോട് ചോദിക്കുകയാണ്, എന്താ, നൈട്രോ ബെൻസീനെ ബെൻസീനാക്കി മാറ്റാൻ പറ്റുമോ എന്ന് മക്കളോട് ചോദിക്കുകയാണ്.
എന്താ എൻ്റെ ചോദ്യം? നൈട്രോ ബെൻസീനെ ബെൻസീനാക്കി മാറ്റാൻ പറ്റുമോ? അപ്പോൾ നൈട്രോ ബെൻസീൻ സാർ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. നൈട്രോ ബെൻസീൻ നമുക്ക് ബെൻസീനാക്കി മാറ്റണം. എന്തായാലും ഡയറക്റ്റ് നൈട്രോ ബെൻസീനെ ബെൻസീനാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മയില്ല. ആ സമയത്ത് നിങ്ങൾ എപ്പോഴായിരിക്കേണ്ടത്? ഡൈസോണിയം സാൾട്ടിൻ്റെ റിയാക്ഷങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഈ നൈട്രോ ബെൻസീനെ ഡൈസോണിയം സാൾട്ട് ആക്കാൻ പറ്റുമോ? ഡൈസോണിയം സാൾട്ട് ആക്കണമെങ്കിൽ അമൈൻസ് ആവണം, അതായത് അനിലിൻ കിട്ടണം. നൈട്രോ ബെൻസീനെ അനിലിനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിഡക്ഷൻ നടത്തിയാൽ പോരെ അല്ലേ? നമുക്ക് റിഡക്ഷൻ നടത്തിയാൽ മതി. ഒന്നുകിൽ SN + HCl, Fe + HCl ഒക്കെ അതിന് പറ്റും. H2 ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അനിലിൻ കിട്ടും അല്ലേ മക്കളെ? അനിലിൻ കിട്ടി. ഓക്കെ, അപ്പോൾ അനിലിൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഈ പറയുന്ന നൈട്രസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, കോൾഡ് കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടൂലടാ ചങ്കേ അല്ലേ? ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും, N2Cl കിട്ടും. ഈ കിട്ടിയതിനെ ഡൈസോണിയം സാൾട്ട് കിട്ടി, ഇനി അതിനെ ബെൻസീനാക്കി കൂടെ. എങ്ങനെ ബെൻസീനാക്കുക? നമുക്ക് ഒന്നുകിൽ എത്തനോൾ, അതല്ലെങ്കിൽ എന്താ H3PO3 + H2O. അപ്പോൾ സാർ ഇവിടെ എത്തനോൾ എടുക്കാം. എത്തനോൾ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്വന്തം ബെൻസീനെ കിട്ടി. ഇത് സാർ ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പല റിയാക്ഷൻസിൻ്റെയും ഇടയിൽ നമുക്ക് ഈ ഡൈസോണിയം സാൾട്ട് ഫിറ്റ് ചെയ്താൽ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. സോ മക്കളെ, നിർബന്ധമായിട്ടും ഡൈസോണിയം സാൾട്ടും അതിൻ്റെ റിയാക്ഷൻസും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുതടാ. കാരണം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, കാരണം സാറ് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. പല ചാപ്റ്റേഴ്സിലും ഇവനുണ്ട്, അതുകൊണ്ട് ഇവനെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. സോ നിങ്ങളുടെ എക്സാമൊക്കെ വളരെ എളുപ്പമായിരിക്കുമെന്ന് തന്നെയാണ് സാറിൻ്റെ വിശ്വാസം. അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.